ഹായ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിനെ കുറിച്ചാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. പുരാണങ്ങളിലെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം. ഒരു വൈശാഖ നാളിലാണത്രേ ദക്ഷൻ യാഗം നടത്തിയത്. പ്രജാപതികളിൽ പ്രധാനിയായ ദക്ഷന് സർവേശ്വരിയായ ആദിപരാശക്തിയുടെ അനുഗ്രഹത്താൽ സതി എന്നൊരു മകളുണ്ടായി. സാക്ഷാൽ ഭഗവതിയുടെ അംശം തന്നെ ആയിരുന്നു സതി. സതിക്ക് പരമേശ്വരനായ ശിവനോട് അതിയായ ഭക്തിയും സ്നേഹവും ഉണ്ടായി. എന്നാൽ ദക്ഷന് ശിവനെ ഇഷ്ടമായിരുന്നില്ല. ശിവൻ ഒരു സന്യാസിയെ പോലെ ശ്മശാനത്തിൽ വസിക്കുന്നതും ഭസ്മം പൂശുന്നതും അപരിഷ്കൃതരെ പോലെ കപാലമാലയും പുലിത്തോലും ധരിക്കുന്നതും സാധാരണ വസ്ത്രങ്ങൾ ധരിക്കാത്തതും ഒരു പർവ്വതത്തിൽ താമസിക്കുന്നതും ഒന്നും ദക്ഷന് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്നാൽ സതിയോ ശിവനെ വിവാഹം കഴിക്കാനാണ് ആഗ്രഹിച്ചത്. ഒടുവിൽ ദക്ഷൻ്റെ ഇഷ്ടമില്ലാതെ സതി സ്വയംവരത്തിൽ ശിവനെ വരിച്ചു. ഇത് ദക്ഷൻ്റെ കോപം വർദ്ധിപ്പിച്ചു. ശിവനോടുള്ള ദേഷ്യം കാരണം ദക്ഷൻ ഒരു വലിയ യാഗം നടത്താൻ തീരുമാനിച്ചു. ഈ യാഗത്തിലേക്ക് എല്ലാ ദേവന്മാരെയും മഹർഷിമാരെയും ക്ഷണിച്ചു. എന്നാൽ ശിവനെയും സതിയെയും മാത്രം ക്ഷണിച്ചിട്ടില്ല. യാഗത്തിൽ പങ്കെടുക്കാൻ എല്ലാവരും പോകുന്ന കണ്ടപ്പോൾ സതിക്ക് അതിയായ ദുഃഖമുണ്ടായി. അവൾ ശിവനോട് യാഗത്തിന് പോകണമെന്ന് ആവശ്യപ്പെട്ടു. ശിവൻ സതിയോട് യാഗത്തിന് പോകരുതെന്ന് ഉപദേശിച്ചു. ക്ഷണിക്കാതെ ഒരു സ്ഥലത്ത് പോകുന്നത് ശരിയല്ല, അവിടെ അപമാനം നേരിടേണ്ടി വരുമെന്ന് ശിവൻ പറഞ്ഞു. എന്നാൽ പിതാവിനെ കാണാനുള്ള ആഗ്രഹം കാരണം സതി ശിവൻ്റെ അനുവാദമില്ലാതെ യാഗശാലയിലേക്ക് പോയി. യാഗശാലയിലെത്തിയ സതിയെ ദക്ഷൻ പൂർണ്ണമായും അവഗണിച്ചു. ശിവനെക്കുറിച്ച് ദക്ഷൻ എല്ലാവരുടെ മുന്നിൽ വെച്ച് മോശമായി സംസാരിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. തൻ്റെ ഭർത്താവിനെ അപമാനിക്കുന്ന കണ്ടപ്പോൾ സതിക്ക് വളരെയധികം ദുഃഖമുണ്ടായി. ഒടുവിൽ പിതാവിൻ്റെ ഈ പ്രവൃത്തിയിൽ മനംനൊന്ത് സതി യാഗാഗ്നിയിൽ സ്വയം ദേഹം വെടിഞ്ഞു. സതിയുടെ മരണവാർത്ത അറിഞ്ഞ ശിവന് അതിയായ ദുഃഖവും കോപവും ഉണ്ടായി. ശിവൻ്റെ കോപം ലോകം മുഴുവൻ പ്രകമ്പനം കൊണ്ടു. തൻ്റെ ജട പിഴുതെടുത്ത് നിലത്തടിച്ചപ്പോൾ അതിൽ നിന്ന് ഭീകരരൂപിയായ വീരഭദ്രൻ ഉത്ഭവിച്ചു. ശിവൻ വീരഭദ്രനോട് ദക്ഷയാഗം നശിപ്പിക്കാനും ദക്ഷനെ വധിക്കാനും കൽപ്പിച്ചു. വീരഭദ്രനെ സഹായിക്കാൻ ഭദ്രകാളിയെയും ശിവഗണങ്ങളെയും നിയോഗിച്ചു. വീരഭദ്രൻ ഭദ്രകാളിയോടും ശിവഗണങ്ങളോടുമൊപ്പം യാഗശാലയിലേക്ക് പാഞ്ഞെത്തി. തുടർന്ന് ഭയങ്കരമായ യുദ്ധം നടന്നു. വീരഭദ്രനും ഭദ്രകാളിയും ദക്ഷൻ്റെ യാഗം നശിപ്പിക്കുകയും യാഗത്തിൽ പങ്കെടുത്ത ദേവന്മാരെയും മഹർഷിമാരെയും ആക്രമിച്ചു. ഒടുവിൽ വീരഭദ്രൻ ദക്ഷൻ്റെ തലയറുത്തു. യാഗശാല രക്തക്കളമായി മാറി. ശിവൻ യാഗശാലയിലെത്തി സതിയുടെ ശരീരം കണ്ട് വിലപിച്ചു. ദേവന്മാർ ശിവനോട് മാപ്പ് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഒടുവിൽ എല്ലാവരുടെയും അഭ്യർത്ഥനയാൽ മഹാദേവൻ ഒരു ആടിൻ്റെ തല വെച്ചു ദക്ഷനെ പുനർജീവിപ്പിച്ചു. ദക്ഷൻ തൻ്റെ തെറ്റ് മനസ്സിലാക്കി ശിവനോട് മാപ്പ് ചോദിച്ചു. ശിവൻ ദക്ഷനെ അനുഗ്രഹിച്ചു. എങ്കിലും ഏറെ ദുഃഖിതനായിരുന്ന ശിവൻ സതിയുടെ ശരീരവുമായി കണ്ണീരോടെ അലയാൻ തുടങ്ങി. ശിവനെ ഈ അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാൻ മഹാവിഷ്ണു തൻ്റെ സുദർശന ചക്രത്താൽ സതിയുടെ ശരീരം 51 കഷ്ണങ്ങളാക്കി ചിതറിപ്പിച്ചു. അവ ചെന്ന് പതിച്ച സ്ഥലങ്ങളെല്ലാം ഭഗവതിയുടെ സാന്നിധ്യമുള്ള 51 ശക്തിപീഠ ക്ഷേത്രങ്ങളായി മാറി. ഭക്തർക്ക് അനുഗ്രഹം ചൊരിയാൻ പരാശക്തി വിവിധ ഭാഗങ്ങളിൽ അവിടെ കുടികൊണ്ടു. തുടർന്ന് വൈരാഗിയായ ശിവൻ കൊടും തപസ് അനുഷ്ഠിക്കാൻ കൈലാസത്തിലേക്ക് പോവുകയും ചെയ്തു. ഇതാണ് കൊട്ടിയൂരിൻ്റെ ഐതിഹ്യം.